ഓം അമൃതേശ്വരി നമഃ. അയോധ്യയിലേക്കുള്ള യാത്ര. ഹനുമാൻ ഭരത സംവാദം. മുത്തശ്ശി, ശ്രീരാമദേവന്റെ 14 വർഷത്തെ വനവാസവും പൂർത്തിയായി അല്ലേ? അതെ, പിതാവിൻ്റെ പ്രതിജ്ഞ പാലിക്കാൻ വേണ്ടി പുത്രനെടുത്ത ത്യാഗത്തിൻ്റെ കഥയാണെന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. സകല സുഖസൗകര്യങ്ങളും ഒരുക്കി രാജാവാകാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നിർദാക്ഷിണ്യമായി കാനനവാസം വിധിച്ചപ്പോൾ അയോധ്യയെയും അടവിയെയും സമദർശനത്തോടെ വീക്ഷിക്കാനും പ്രായോഗികതയിലെത്തിക്കാനും യത്നിച്ച മഹാപുരുഷനായി ശ്രീരാമദേവനെ ചിത്രീകരിക്കാം. പിന്നെ എന്തിലും ഏതിലും തൻ്റെ സ്വതസിദ്ധമായ എളിമയും വിനയവും കാത്തുസൂക്ഷിച്ച കാരുണ്യമൂർത്തി. മാത്രോ വ്യക്തിധർമ്മത്തെക്കാൾ എന്തുകൊണ്ടും ശ്രേഷ്ഠമായത് രാജധർമ്മമാണെന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ച സാത്വികനായിട്ടുള്ള ധർമ്മമൂർത്തി. അങ്ങനെ എത്രയെത്ര പൊൻതൂവലുകൾ ചാർത്തിയാലും പോരാ ഉണ്ണി ശ്രീരാമദേവന്. അതുകൊണ്ട് തന്നെയാണ് ദേശകാല ഭേദമില്ലാതെ ഇന്നും രാമായണത്തിൻ്റെ പ്രസക്തി ഏറി വരുന്നത്. പറഞ്ഞു വന്നത് 14 വർഷത്തെ കാനനവാസം കഴിഞ്ഞു, അവതാര ദൗത്യവും കഴിഞ്ഞു. ഇനി എത്രയും വേഗം അയോധ്യയിലേക്ക് മടങ്ങണം. ശ്രീരാമദേവൻ ഇക്കാര്യം സൂചിപ്പിച്ചപ്പോൾ വിഭീഷണന് നല്ല വിഷമമുണ്ട്. ഈശ്വരനെ പിരിയാൻ ആർക്കായാലും വിഷമം തോന്നൂലോ. വിഭീഷണൻ പറഞ്ഞു, ശ്രീരാമദേവ, അങ്ങ് യുദ്ധം ചെയ്ത് തളർന്നിരിക്കുകയല്ലേ, ഇവിടെ കുറച്ച് ദിവസം വിശ്രമിച്ച ശേഷം പോയാൽ പോരെ, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ രാമൻ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, വിഭീഷണ, എന്നെ നീ നിർബന്ധിക്കരുത്. ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി. മാതാവും ജന്മഭൂമിയും സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണെന്ന് ശ്രീരാമദേവൻ വാത്മീകി രാമായണത്തിൽ പറയുന്നുണ്ട്. അതായത് സ്വന്തം നാടിനെ മറന്ന് മാതൃഭാഷ മറന്ന് വിദേശങ്ങളിൽ ചേക്കേറുന്നവർ പല തവണ കേൾക്കേണ്ടതാണ് രാമൻ്റെ ഈ അരുൾമൊഴികൾ. പിന്നെ എൻ്റെ അനുജൻ ഭരതന് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് വിഭീഷണ. രാവണവധം കഴിഞ്ഞ നിമിഷം ഞാൻ അയോധ്യയിലേക്ക് തിരിച്ചെത്തുമെന്ന്. അല്ലെങ്കിലോ എന്നെ കണ്ടിട്ടില്ലെങ്കിൽ ഭരതൻ തീയിൽ ചാടുമെന്നും അവൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഇനി അവനെ ചെന്ന് കാണാതെ എനിക്ക് കുളിയില്ല, ജപമില്ല, ഒന്നുമില്ല. മാത്രമല്ല മാതാക്കളെയും കാണണം, ഗുരുക്കന്മാരെ കാണണം, അയോധ്യവാസികളെയും ഒക്കെ വേഗം ചെന്ന് കാണണം. ഇത് പറയുമ്പോൾ മുത്തശ്ശി ഓർക്കുക ഉണ്ണി, അമ്പൂരിയമ്മ വിദേശയാത്രയ്ക്ക് പോയാലേ 3-4 മാസമൊക്കെ കഴിഞ്ഞിട്ടല്ലേ വരൂ. പണ്ടാണ് കേട്ടോ, ഇപ്പോഴല്ല. ഇപ്പോൾ അന്ന് വെബ്കാസ്റ്റും ഒന്നും ഇല്ലാത്ത കാലമാണ്. അവസാനത്തെ ദർശന പരിപാടിയും കഴിഞ്ഞാൽ വിശ്രമിക്കാൻ പറഞ്ഞാൽ പോലും കേൾക്കാണ്ട് ഉടനെ അമ്മ അമൃതപുരിയിലേക്ക് ഓടിയെത്താറുണ്ട് മക്കളെ കാണാൻ വേണ്ടി. വിഭീഷണന് സമ്മതമായോ ശ്രീരാമദേവന്റെ പെട്ടെന്നുള്ള യാത്രയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ? ഉണ്ണി, ഞാൻ പറഞ്ഞില്ലേ, വിഭീഷണൻ മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന ഈശ്വര രൂപമാണ് ശ്രീരാമദേവൻ. വിരഹം സഹിക്കുമോ? വീണ്ടും നിർബന്ധിക്കാൻ തുടങ്ങി. അങ്ങ് എൻ്റെ സൽക്കാരം സ്വീകരിച്ച ശേഷം മടങ്ങിക്കൂടെ ഭഗവാനെ? പുഞ്ചിരിയോടെ ഭഗവാൻ വീണ്ടും പറഞ്ഞു, നീ എൻ്റെ വാനരന്മാരെ പ്രീതിപ്പെടുത്തൂ. അവരെ ബഹുമാനിച്ചാൽ എന്നെ പൂജിച്ചതിന് തുല്യ. പിന്നെ വിഭീഷണൻ ഭഗവാനും സീതാദേവിക്കും ലക്ഷ്മണനും അയോധ്യയിലേക്ക് പോകാൻ വേണ്ടി പുഷ്പക വിമാനം ഒരുക്കി നിർത്തി. അപ്പോൾ രാമൻ പറഞ്ഞു, വിഭീഷണ, നീ നീതിമാനായ രാജാവായിട്ട് ലങ്ക ഭരിക്കുക. സുഗ്രീവ, നീ കിഷ്കിന്ധയിലേക്ക് മടങ്ങിക്കോളൂ. അപ്പോൾ വിഭീഷണനും വാനരന്മാരും കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ഭഗവാനെ, ഞങ്ങളെ കൂടി അയോധ്യയിലേക്ക് കൊണ്ടുപോവോ? ഞങ്ങൾക്കും അങ്ങയുടെ അഭിഷേകം കാണാൻ ആഗ്രഹമുണ്ട്. ഇത് കേട്ടപ്പോൾ ശ്രീരാമദേവൻ വളരെ സന്തോഷത്തോടെ അവരോടൊക്കെ വിമാനത്തിൽ കയറിക്കൊള്ളാൻ പറഞ്ഞു. ഭഗവാന്റെ ഭക്തരോടുള്ള കാരുണ്യം ഏതൊക്കെ രീതിയിലാണ് വെളിപ്പെടുന്നത് അല്ലേ മുത്തശ്ശി? അങ്ങനെ എല്ലാവരും പുഷ്പക വിമാനത്തിൽ കയറി അയോധ്യയിലേക്ക് പുറപ്പെട്ടു. ശ്രീരാമദേവൻ അടുത്തിരിക്കുന്ന സീതാദേവിയെ സ്നേഹപൂർവ്വം നോക്കി. പിന്നെ താഴെ കാണുന്ന ഓരോ പ്രദേശവും ചൂണ്ടിക്കാണിച്ച് വിശദീകരിച്ചു കൊടുക്കുകയാണ്. സീതേ, അതാ നോക്കൂ, ലങ്കാ നഗരാണ് ആ കാണുന്നത്. ആ കാണുന്ന സ്ഥലത്താണ് രാവണനെയും കുംഭകർണനെയും ഒക്കെ വധിച്ച സ്ഥലം. നോക്കൂ സീതേ, വാനരന്മാരെ, നമ്മുടെ മിടുക്കരായിട്ടുള്ള ഈ വാനരന്മാരെ കടലിന് കുറുകെ നിർമ്മിച്ച സേതു കണ്ടില്ലേ? ഇതാ ഇപ്പം നമ്മൾ കിഷ്കിന്ധയുടെ മുകളിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ വെച്ചിട്ടാണ് ബാലിയെ ഞാൻ കൊന്നത്. അങ്ങനെ ഓരോന്നും വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അവരൊരുമിച്ച് പങ്കിട്ട ദുഃഖാനുഭവങ്ങളല്ലേ ഇതൊക്കെ? പിൽക്കാലത്തെല്ലാം പുഞ്ചിരിയോടുകൂടി ഓർക്കാൻ കഴിയും എന്നതിന് തെളിവാണിത്. പിന്നെ സുഗ്രീവനോട് ഭഗവാൻ പറഞ്ഞു, സുഗ്രീവ,
നീ നിന്റെ ജനങ്ങളെയും സ്ത്രീകളെയും ഒക്കെ ക്ഷണിക്കൂ, നമുക്ക് അയോധ്യയിലേക്ക് ഒരുമിച്ച് പോവാം. വിമാനം അങ്ങനെ താഴത്തിറങ്ങി. ജനങ്ങൾ ഈ വിവരറിഞ്ഞില്ലേ, വാനര സ്ത്രീകളടക്കം എല്ലാവരും തുള്ളിച്ചാടി രസിക്കാൻ തുടങ്ങി. അവരെയൊക്കെ കയറ്റിയ വിമാനം വീണ്ടും പറന്നുയർന്നു. പിന്നെയും സീതാദേവിക്ക് സ്ഥലങ്ങളും പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ. ദേവി, അതാ ആ കാണുന്നില്ലേ, അതാണ് ശബരി ആശ്രമം. ജീവിതകാലം മുഴുവനും പഴങ്ങൾ ശേഖരിച്ച് ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്ന കാട്ടാള സ്ത്രീയല്ലേ ശബരി. ഭക്തിയുടെ കാര്യത്തിൽ ശ്രീരാമൻ ഏറ്റവും പ്രിയങ്കരിയായി തീർന്നതും ശബരി തന്നെയല്ലേ? അതെ, മാലിനി എന്ന ഗന്ധർവ കന്യയ്ക്ക് അവളുടെ ഭർത്താവ് എന്നും കിട്ടിയ ശാപമാണ് ശബരിയുടെ ഈ ജന്മം. ശ്രീരാമദേവൻ്റെ പാദസ്പർശത്തോടെയാണ് അവൾക്ക് മോക്ഷം കിട്ടുകയും ചെയ്യണത്. പിന്നെ ഭഗവാൻ ഗോദാവരി നദി കാണിച്ചു കൊടുത്തു, ചിത്രകൂട പർവ്വതം, ഗംഗാ നദി. അതിൻ്റെ അടുത്താണ് ഗുഹൻ്റെ ശൃംഗിവേരപുരി എന്നുള്ള സ്ഥലം, ഗ്രാമം. അയോധ്യയിലെത്താറായി. സീതാദേവിക്കും നല്ല ഓർമ്മകൾ ഉണർത്തുന്ന സ്ഥലമാണല്ലോ ഇത്. പുഞ്ചിരിയോടെ എല്ലാം കണ്ട് ആനന്ദിക്കുകയാണ് ദേവി. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭരദ്വാജ ആശ്രമത്തിന് മുകളിലെത്തി. വിമാനം താഴത്തിറങ്ങി. ത്രികാലജ്ഞാനിയല്ലേ ഭരദ്വാജ മുനി. ശ്രീരാമദേവനും സീതാദേവിയും ലക്ഷ്മണനും ഒക്കെ വണങ്ങി നമസ്കരിച്ചു. മഹർഷി രാമനെ ആശീർവദിച്ചു. ഒപ്പം ഭഗവാനെ വാഴ്ത്തി സ്തുതിക്കുകയും ചെയ്തു. ഈശ്വരനെ നേരിട്ട് കാണുമല്ലേ, അവർക്കെല്ലാം അറിയാലോ ആരാ ശ്രീരാമദേവന്. ഭഗവാൻ ആശ്രമത്തിൽ വിശ്രമിച്ചു. ഉടനെ ഹനുമാനെ വിളിച്ച് പറയണം ഭഗവാൻ, ഹനുമാനെ, നീ വേഗം തന്നെ അയോധ്യയിലെത്തണം. ഞങ്ങൾ വരുന്ന വിവരം ഭരതനെ അറിയിക്കണം. പോകുന്ന വഴിക്കോ ഗുഹനോടും ഈ വിവരം പറഞ്ഞേക്കൂ. ഹനുമാൻ ഉടനെ മനുഷ്യവേഷം ധരിച്ചു. ആദ്യം ഗുഹനെ ചെന്ന് കണ്ടു. ഭഗവാന്റെ വൃത്താന്തങ്ങളൊക്കെ അറിയിച്ചു. തുടർന്ന് അയോധ്യയിൽ ചെല്ലുകയാണ്. ഭരതനെ കണ്ടപ്പോഴുള്ള സ്ഥിതി എന്താ? നന്ദിഗ്രാമത്തിലെ ജടാവേഷധാരിയായിട്ടിരിക്കുകയായിരിക്കും. അതെ, ജട ധരിച്ച് ഒരു തപസ്യെ പോലെ ശ്രീരാമപാദകങ്ങൾ സിംഹാസനത്തിൽ വെച്ചിട്ട് ധ്യാനിച്ചിരിക്കുകയാണ് ഭരതൻ. ഹനുമാൻ സ്വയം പരിചയപ്പെടുത്തി. പിന്നെ അവർ തമ്മിൽ കുറേ നേരം സംവാദം നടന്നു. സീതയെ രാവണൻ അപഹരിച്ചതു മുതൽ രാവണവധം കഴിഞ്ഞ് മടങ്ങിയെത്തുന്നത് വരെ, പിന്നെ ഇപ്പോൾ ഭരദ്വാജ ആശ്രമത്തിൽ വന്ന് എത്തിയ വരെയുള്ള സകല വിവരങ്ങളും ഭരതനെ ഹനുമാൻ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. ചിത്രകൂടത്തിൽ ശ്രീരാമനും സീതാദേവിയും താമസിക്കുമ്പോഴേ ഭരതൻ പോയി കണ്ടിട്ടുള്ളൂ അല്ലേ? അതിനുശേഷം കണ്ടിട്ടില്ലല്ലോ, അതാണ് അവസാനം കണ്ടത്. അതേ, ഹനുമാൻ സംഭവങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പോൾ ഭരതൻ ഹനുമാനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ ജ്യേഷ്ഠൻ എഴുന്നള്ളുന്ന കാര്യം ശത്രുഘ്നെ അറിയിച്ചു. പിന്നെ അവരെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. വഴികളൊക്കെ വെട്ടി നിരപ്പാക്കി വൃത്തിയാക്കി വെക്കാൻ തുടങ്ങി. തോരണങ്ങളും അലങ്കാരങ്ങളും ഒക്കെ ആവോളം തൂക്കാൻ ഭരതൻ ആജ്ഞാപിച്ചു. എന്നിട്ടോ ഭഗവാന്റെ വരവും കാത്ത് അക്ഷമനായിട്ട് നിൽക്കുകയാണ്. എന്താ, 14 കൊല്ലായില്ലേ ഒരു നോക്ക് കണ്ടിട്ട്. ഉണ്ണി, അവസാന ഭാഗം ഇനി നാളെ പറഞ്ഞുതരാം മുത്തശ്ശി. ശരി മുത്തശ്ശി.